നമസ്തേ, എൻ്റെ പേര് ഐമനം അജിത്ത്. എല്ലാ ദിവസവും ഓരോ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സമയത്തിൻ്റെ അപര്യാപ്തത മുഖാന്തരം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നൊരു ഷൈജു ജോസഫ് അറിയിച്ചു, വേറെ ഒരു രീതിയിൽ അവതരിപ്പിക്കൂ സോദര എന്ന്. ഇതുപോലെ ധാരാളം പേർക്ക് ചിന്തയുണ്ടാകും. നമ്മുടെ 10-30 മിനിറ്റുള്ള വീഡിയോയാണ്. ആർക്ക് സമയമിരിക്കുന്നു ഇതൊക്കെ നോക്കാൻ? ഇതൊരു ന്യൂസ് ചാനലല്ല എന്ന് അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. ആരെ പറ്റിയും കുറ്റം പറയാനുള്ളതൊന്നും അല്ല. ഇതൊരു പഠന ക്ലാസ്സാണ്. ഒരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കീറി മുറിച്ച് വേണം, പരിശോധിച്ച് വേണം നിങ്ങളിലേക്ക് ഇത് തരാൻ. കാരണം നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂമറോളജിയുടെയും പ്രോണോളജി വല്ലപ്പോഴൊക്കെ എടുക്കുന്നുള്ളൂ. അതിൻ്റെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ 30 മിനിറ്റ്സ് കൊണ്ട് കവർ ചെയ്യുന്നത്. എന്തായാലും ഷൈജു ജോസഫിനെ പോലെ ധാരാളം പേർക്ക് ഇതേ അഭിപ്രായം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഒരു മേഘ പറഞ്ഞു, ഏതോ ഒരു യൂട്യൂബർ വളരെ അട്രാക്റ്റീവ് രീതിയിലാണ് വീഡിയോ കേട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോകും എന്ന രീതിയിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകും. എനിക്കിപ്പോൾ ആ രീതിയിൽ അറിയില്ല. നമ്മളൊന്നും വസ്തുനിഷ്ഠാപരമായ രീതിയിൽ കണക്കുകളുടെ ലോകമാണ്. കണക്കുകൾ എന്ന് ഊതി വിറപ്പിച്ച് പറയാനുള്ളതല്ലല്ലോ, അതുകൂടിയുണ്ട്. നമുക്കൊരു ഇരുത്തം വന്ന രീതിയിൽ പദപാകതയോടുകൂടി കേട്ടു പോകണ്ട, പഠിച്ചു പോകണ്ട, എഴുതി പഠിക്കേണ്ട. നിങ്ങളൊരു ലെഡ്ജർ ബുക്ക് എടുത്ത് അതിലേക്ക് ഈ നോട്ടെല്ലാം എഴുതി തയ്യാറാക്കി പോകണം. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവിതത്തിൽ അനേകം ഉപകാരം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ എഴുതി വെക്കുന്നത് കയ്യെഴുത്ത് പ്രതി എന്ന് പറയും. ഒരു കയ്യെഴുത്ത് പ്രതിക്ക് ഇന്നല്ല, ഒരു 40 വർഷം 50 വർഷം കഴിയുമ്പോഴാണ് പ്രാധാന്യം. നിങ്ങളുടെ ചെറുമക്കൾ പറയും, എൻ്റെ അപ്പൂപ്പനല്ലേ എൻ്റെ അമ്മൂമ്മ എഴുതിയ ന്യൂമറോളജി സംബന്ധിച്ചുള്ള കാര്യമാണ്. അപ്പോൾ അത്രയ്ക്കും വാല്യുബിളായിട്ടുള്ള ഐറ്റംസാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതേ രീതിയിൽ വേറെ ആരെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റുള്ളവർ എന്നോട് കോണ്ടാക്ട് ചെയ്യുന്നവർ പറഞ്ഞു ഇതേ രീതിയിൽ വേറെ ആരും അവതരിപ്പിക്കാറില്ല എന്ന്. എന്തായാലും നമുക്കിന്ന് ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കാം. എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, വളരെ ബ്രീഫായിട്ട്. താങ്ക് യു. ആശാ വർക്കർ, ഇത് കുറച്ച് നാളായി പ്ലാനിട്ട് വെച്ചിട്ട് സമയത്തെ എൻ്റെ ഇതിലായിരുന്നു. ആശാ വർക്കർ എന്ന പേരിൽ 10 ലെറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ വാല്യൂ ASH ആശ, WORKER വർക്കർ, ആശാ വർക്കർ. 34 എപ്പോഴും പറയാറില്ലേ ഈ 7 വളരെ സൂക്ഷിക്കണമെന്ന്. ഇന്നിപ്പോൾ ഇവിടെ അബുദാബിയിലുള്ളൊരു വ്യക്തി എന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ഭേദഗതി ചെയ്തു. അദ്ദേഹത്തിന് കുഞ്ഞുണ്ടായപ്പോൾ കുഞ്ഞിന് നമ്മളാണ് പേരിട്ടത്, ന്യൂമറോളജി പ്രോണോളജി അനുസരിച്ചുകൊണ്ട്. അദ്ദേഹം പറഞ്ഞു, സാർ നമ്മൾ ഈ 7 മാത്രം 8 മാത്രം ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ ആൾക്കാർ പറയും ഇത് തള്ളാണെന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്, ഞാൻ ആ ഭാഷ ഉപയോഗിക്കാറില്ല. അവരൊക്കെ ചെറുപ്പക്കാരാണ്. ഞാൻ എന്താണ്, നിങ്ങളിലങ്ങനെ ചിന്തിക്കാം. അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് തോന്നിയതല്ല, മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നാമെന്ന്. പക്ഷെ എന്ത് സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു 7 ഉണ്ട്. ശനീശ്വരൻ ജഡ്ജിയാണ്. അത് 8-ാം നമ്പർ. നിങ്ങൾ 8-ാം നമ്പറുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ശനീശ്വരൻ 8 അദ്ദേഹം പോലീസിനെ ഏൽപ്പിക്കും. പോലീസാണ് രാഹു 4. ഒരുതരം വട്ടുപിടിച്ച സ്വഭാവം. 4, 13, 22, 31 തീയതി ജനിച്ച ആൾക്കാർക്കൊക്കെ ലേശം ഉണ്ടാകും. പെട്ടെന്ന് വെച്ചാൽ അല്പം എക്സെൻട്രിക് ആയിരിക്കും അവർ. കേതു എന്ന നമ്പർ, ഈ 7-ാം നമ്പർ എന്നാൽ അവർ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇങ്ങനെ നിരീക്ഷിക്കും. പോലീസുകാരെന്ന് പറഞ്ഞാൽ ഓടി വരും, വണ്ടിയിൽ ചാടി ഇറങ്ങി, ആരടാ അങ്ങനെ ചെയ്തത്, മോഷ്ടാവ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് 2 പേരിട്ടും. പക്ഷേ വിജിലൻസ് അങ്ങനെയല്ലോ, മെല്ലെ ഫോളോ ചെയ്തിട്ട് അവസാനം ഒരു പിടുത്തം ഉണ്ടാവും. അതാണ് 7ൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ആശാ വർക്കറിൽ 34 എന്നതാണ് എൻ്റെ വാല്യൂ. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെന്നും കാണാറുണ്ട്. ആശാ വർക്കറിൻ്റെ ശരിയായ പേര്, അതായത് അംഗീകൃത സാമൂഹ്യ ക്ഷേമ തൊഴിലാളികൾ എന്ന അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് വർക്കേഴ്സ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 32. അവർക്ക് മെച്ചപ്പെട്ടു പോകാൻ പറ്റും. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്നാണ് ഈ ആശയുടെ ഫുൾ ഫോം കേട്ടോ. അതിൻ്റെ ടോട്ടൽ വാല്യൂ 102. അവിടെയും മെച്ചപ്പെട്ടു പോകാൻ പറ്റും.
102 അക്ഷരങ്ങളുടെ എണ്ണമായ 32 കൂടി കൂട്ടുമ്പോൾ 134, 8ആണ്. 8ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അവരെ ബ്ലെസ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് എന്തേ അവർക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്? ആഹാരം പോലും ഇല്ലാതെ അവരവിടെ വന്ന് ആ വെയിലത്തൊക്കെ ഇന്ന് സമരം ചെയ്യുന്ന നമ്മൾ കാണാറുണ്ടല്ലോ. ഗവൺമെൻറ് അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ 34 അവരെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. കഷ്ടപ്പാടും പരീക്ഷണങ്ങളുമാണ്. നിങ്ങളുടെ പേരിലും 34 വന്നാൽ നിങ്ങൾ ആ പേര് ഭേദഗതി ചെയ്യണം. നിങ്ങളുടെ വീട്ടുപേരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെയും കൂടിയുള്ള പേരിൽ ഇങ്ങനെ 34 ആണ് വരുന്നതെങ്കിൽ എന്തെങ്കിലും ഭേദഗതി ചെയ്താൽ നന്നായിരിക്കും. അല്ലാതെ ദേവാലയങ്ങൾ കൊണ്ട് വഴിപാട് കഴിപ്പിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല എന്ന് വ്യക്തമായിട്ട് പറയാം. ദേവാലയങ്ങളിൽ പോകരുതെന്നല്ല പറഞ്ഞ് അവിടെയൊക്കെ പോയി പൂജ കഴിപ്പിച്ചിട്ട് ധാരാളം പേര് നമ്മളെ സമീപിച്ചിട്ടുണ്ട്, ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും. ഇനി ഇവരുടെ ഡെയിലി വരുമാനം എത്രയാണ്? ഇതൊന്നും ഞാൻ ഉണ്ടാക്കുന്നതല്ല കേട്ടോ, നമുക്ക് ഉണ്ടാക്കി പറയുന്നതല്ല, എൻ്റെ ഭാഗത്തു നിന്നൊന്നുമില്ല, കണക്ക് കൂട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഡെയിലി അവരുടെ വരുമാനം 232 രൂപ. അതെടുക്കുമ്പോഴോ 2 + 3 + 2 എത്രയാണ്? 2, 3, 5, 2, 7. കണ്ടോ, അവിടെ 7 വന്നു. എന്നാൽ 232ൻ്റെ സ്ഥാനത്ത് 33 ആയില്ലല്ലോ. അല്ല, വേറെ 1 രൂപ കുറച്ചില്ലല്ലോ, 232. ഇതാണ് ഈ വിജിലൻ്റായിട്ട് ഈ കേതു കൊണ്ടുപോകും എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു മാസം ശമ്പളം എത്രയാണ്? 232 × 30 ഡേയ്സ്, 7000 രൂപയാണ് ഇവരുടെ റൗണ്ട് ഫിഗർ. അവിടെയും കണ്ട് 7000 രൂപ. ഇനി ഇവർ ഡിമാൻഡ് ചെയ്യുന്നത് എത്രയാണ്? ഈ 7000 എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് 7000 × 7000. ഇനി അവർ ഡിമാൻഡ് ചെയ്യുന്നതോ ഡെയിലി 700 രൂപ വേണമെന്ന്. എന്തുകൊണ്ട് 650 അല്ലെ 750 ആക്കിയില്ല? 700 രൂപ. കണ്ടോ, ഒളിഞ്ഞും മറിച്ച് നിന്നുകൊണ്ട് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഓരോ സംഖ്യകൾക്കും അത്ര കണ്ട് പ്രാധാന്യമുണ്ട്. സംഖ്യകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലോക ജീവിതം തന്നെ. ഫിലോസഫിക്കലല്ല കേട്ടോ. സംഖ്യകളെല്ലായ്പ്പോഴും ഉണ്ട്, പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് മൊബൈൽ നമ്പറുണ്ടോ, ഫോൺ നമ്പർ, അല്ലെങ്കിൽ വീട്ടു നമ്പർ, വണ്ടിയുടെ നമ്പർ, എന്തിനും വാർഡ് നമ്പർ, എല്ലാം നമ്പർ. അപ്പോൾ 7 അന്നേരം അല്പം അപകടമാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് നിങ്ങളാരും നിങ്ങളുടെ ഉറക്കം കെടുത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമില്ല. കണക്കുകൾ മാത്രമാണ് പറയുന്നത്. 7000 രൂപ ഇനി ശമ്പളം വേണമെന്ന് പറയുന്നു. അവരുടെ പ്രതിഫലം. ഇവരുടെ ഏജ് ഗ്രൂപ്പോ, ആശാ വർക്കർ എന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഏജ് 25, ഏജ് അറ്റ് എൻട്രി 25. കണ്ടോ, 25 അവിടെ വന്നത്. നമ്മളെല്ലാം വളരെ വിശദമായിട്ട് നോക്കിയാണ്. 25 വേണം വയസ്സ്, ഏജ് അറ്റ് എൻട്രി. ഏജ് 25 to 45 വരെയുള്ളവർക്കാണ് ആശാ വർക്കറായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നത്. ആശാ വർക്കേഴ്സ് ഇൻ ഇന്ത്യ, ടോട്ടൽ ആശാ വർക്കേഴ്സ് ഇന്ത്യയിലുള്ള മൊത്തം, ഇത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 9,83,032 ആശാ വർക്കേഴ്സ് ആർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആശാ വർക്കേഴ്സായി ജോലി ചെയ്യുന്നവർ 9,83,032. അപ്പോൾ 9 + 8 + 3 + 0 + 3 2 എത്രയാണ്? ടോട്ടൽ എടുക്കുമ്പോൾ 25. അവിടെ 25 വന്നത്. 25 മീൻസ് 2 + 5 7. ഇവരെ മൊത്തത്തിൽ 7 പിടിച്ചിരിക്കുക. കേരളത്തിൽ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി, ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു ആശാ വർക്കേഴ്സിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം, കേരള മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്, കേരളത്തിൽ 26,125 ആശാ വർക്കേഴ്സ് ഉണ്ട്. കേരളത്തിൽ 26,125. 2 + 6 + 1 + 2 + 5 എത്രയാണ്? 16. 26,125. ഇന്ത്യയിലെ ടോട്ടൽ എത്രയാണ്? 9,83,032. അവിടെ 7, ഇവിടെ 7. ഇവിടെ റൂറൽ ഏരിയയിൽ ഇവർ റിക്രൂട്ട് ചെയ്യുന്നത്, ഗവൺമെൻറ് റിക്രൂട്ട് ചെയ്യുന്നത് 1000 പേർക്ക് ഒരാളെ വീതമാണ്. അർബൻ ഏരിയയിൽ 2,500 പേർക്ക് ഒരാളെ വീതം എന്നൊരു കണക്കുണ്ട്. അതൊന്നും അത്ര പ്രാക്ടിക്കലല്ല, പക്ഷേ അവരുടെ നിയമപ്രകാരം അങ്ങനെയാണ് വേണ്ടത്. ഇവർക്കൊരു അവധിയില്ല, പ്രൊവിഡൻറ്റ് ഫണ്ടില്ല, പ്രസവ ആനുകൂല്യങ്ങളില്ല, മെഡിക്കലില്ല, ഇൻഷുറൻസ് ഇല്ല, ഒന്നുമില്ല. ഒരു രീതിയിൽ ഇവരെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം 25ൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നിങ്ങളിൽ 25 ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും, എത്ര കഴിവുണ്ടെങ്കിലും. ആശാ വർക്കേഴ്സ്, എനിക്കിവരെ ആരും നേരിട്ട് അറിയത്തില്ല, അങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവരെന്താ ജോലി എന്ന് അറിയില്ല എനിക്ക്. കേട്ടിരിക്കുന്നത്
വളരെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയാണ് എന്ന്. ക്ലീനിങ്ങോ എന്തോ ആണല്ലോ അല്ലേ? 25. ഇവിടെ കേരളത്തിലെ കാര്യമാണല്ലോ എടുക്കുന്നത്. കേരളത്തിലിപ്പോൾ LDF ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. LDF ഗവൺമെൻറ്റിൽ അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം LDF ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഏതാനാണ് ഹൂ ഇസ് എ റൂളിംഗ് പാർട്ടി എന്ന് എടുക്കുന്നത്, അല്ല വ്യക്തികളുടെ പേര് അവിടെ അധികം വരുന്നില്ല. റൂളിംഗ് പാർട്ടി LDF ഗവൺമെൻറ് 13 ലെറ്റേഴ്സാണ്. 13. ആശാ വർക്കേഴ്സിൻ്റെ ആശാ വർക്കർ അവരുടെ അക്ഷരങ്ങളുടെ എണ്ണം 10. 13ഉം 10ഉം 23. 23 നല്ലതാണ്, ധനം ഉണ്ടാകേണ്ടതാണ്, ഒരു കുഴപ്പവുമില്ല, നല്ല സേഫായിട്ട് പോകേണ്ടതാണ് കേരളത്തിലെ ആശാ വർക്കർ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. LDF ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ വാല്യൂ 61, 61. കാലക്രമേണ LDF ഗവൺമെൻറ് ഇല്ലാതാകും. ഇത് കേൾക്കുന്ന മാർക്സിസ്റ്റുകാരൊന്നും അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരരുത്. ഇത് മതപരമായോ രാഷ്ട്രീയപരമായോ ജാതിപരമായ പ്രത്യേകിച്ച് ഒരു അടുപ്പവുമില്ലാത്ത നിഷ്പക്ഷമായ കണക്കുകളിലെ ക്ലാസ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ എഡ്യൂക്കേഷൻ ഉള്ളവർ മാത്രം ഇത് പഠിച്ചാൽ മതി. അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത് ഈ ധിക്കാരം പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. LDF ഗവൺമെൻറ് ഇല്ലാതാകും എന്നുള്ളത് ഇതിന് മുൻപായിട്ട് നമ്മളൊരു 4-5 മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞു വഖഫ് ഇല്ലാതാകുമെന്ന്. അന്ന് എന്തോ ആരും പ്രത്യേകിച്ച് പ്രതികരിച്ചില്ല. പിന്നെ നമുക്ക് അധികം വ്യൂവേഴ്സ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് സബ്ബൊന്നും അധികം കുറവാണ്. കാരണം പഠിക്കാൻ നല്ല കാര്യങ്ങൾ പഠിക്കേണ്ട ആൾക്കാർ കുറവല്ലേ. നമുക്ക് വേണമെങ്കിൽ വ്യൂവേഴ്സിനെ കൂട്ടാനല്ലേ സബ് കൂട്ടാനായിട്ട് ഇതിനകത്ത് ചില കാര്യങ്ങളങ്ങ് തിരികെ കയറ്റിയാൽ മതി. തമ്പനയിൽ നമ്മൾ കാണാറില്ലേ, തമ്പനയിൽ വളരെ മോശമായിട്ട് കാണിച്ചുകൊണ്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നത്. നമുക്കതൊന്നും വേണ്ട, നമുക്ക് വളരെ സ്റ്റാൻഡേർഡായിട്ട് പോയാൽ മതി. ഇപ്പോൾ അമേരിക്കയിലെ ബോംബ് സ്ഫോടനത്തിലെ പ്രതിയായ റാണയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യ ഗവൺമെൻറ് പോലും അറിയത്തില്ല എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. NIAക്കോ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റിന് പോലും അവർ പോലും പ്ലാൻ ഇട്ട് കാണത്തില്ലായിരിക്കും. പക്ഷേ നമ്മുടെ യൂട്യൂബേഴ്സ് റാണ എന്ത് കഴിച്ചു, എപ്പോൾ വന്നു, എവിടെ വന്നു, ആരോടൊക്കെ സംസാരിച്ചു, എന്തെല്ലാം കാര്യങ്ങളാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ വരെ തെറ്റിക്കുന്ന രീതിയിൽ ഇവരുടെയൊക്കെ ഓരോരോ കമൻറ്റുകൾ കാണാറുണ്ട്. അതുപോട്ടെ, നമ്മൾ അങ്ങനെയൊന്നുമില്ല. ആ നിലവാരത്തിലുള്ള വീഡിയോ കാണുന്ന ആൾക്കാർ ഇവിടെ വന്ന് കമൻറ്റ് പറയരുത്. കാരണം ഇതൊരു പഠന ക്ലാസ്സാണ്. ഇത് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അനേകം പേരുണ്ട്. ഇത് ജീവിതമാർഗമാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അനേകം പേരുണ്ട്. അത്രയ്ക്കും നല്ല രസകരമായ സയൻസാണ് ഇത്, രസകരമായിട്ട് പഠിച്ചാൽ. അപ്പോൾ LDF ഗവൺമെൻറ് ഇല്ലാതാകും. ഞാൻ രാഷ്ട്രീയക്കാരനല്ലെന്ന് വീണ്ടും പറയുകയാണ്. ഇന്ന് പണ്ടങ്ങാണ്ട് ഒരു വോട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആശാ വർക്കർ അവരുടെ പേരിൽ 34. LDF ഗവൺമെൻറ്റിൻ്റെ വാല്യൂ 61. 61ഉം 34 കൂടി ചേരുമ്പോൾ 95. അതും നല്ല നമ്പറാണ്. പിന്നെ എന്തുകൊണ്ട് അവർക്ക് ഈ ബുദ്ധിമുട്ട്? അപ്പോൾ LDF ഗവൺമെൻറ്റിനെ ഭരിക്കുന്നത് ആരാണ്? നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. മറ്റുള്ള മന്ത്രിമാരെല്ലാം പൊതുവെ സൈലൻ്റാണ്. നമ്മൾക്ക് എന്നും കണ്ടാലറിയാം. എന്നും നമ്മൾ വാർത്തകൾ വായിക്കുന്നതല്ലേ. മറ്റുള്ള മന്ത്രിമാർക്ക് അവരുടെ ഒരു വോയിസുമില്ല. മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. പിണറായി വിജയൻ ആ പേരിൽ പിണറായിക്കകത്ത് 8ഉം വിജയനകത്ത് 7ഉം 8 15 അദ്ദേഹത്തിൻ്റെ പേരിൽ. കണ്ടില്ല, ഈ പ്രായത്തിൽ നല്ല ഉഷാറായിട്ടല്ല നിൽക്കുന്നത്. ചെറുപ്പക്കാരെ പോലെ നല്ല സ്റ്റബോണായിട്ട് പിടിവാശിയോടുകൂടിയല്ലേ പോകുന്നത്. അത് 15ൻ്റെ പ്രത്യേകതയാണ്. നിങ്ങളുടെ പേരിൽ 15 12 13 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ 15ലേക്ക് ആക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ആരോടെങ്കിലും കൺസൾട്ട് ചെയ്തേ ആകാവുള്ളൂ കേട്ടോ. നെഗറ്റീവ് ലെറ്റേഴ്സ് ഒന്നും കൊണ്ട് കയറ്റിയിട്ടേക്കരുത്. പിണറായി വിജയൻ്റെ പേരിൻ്റെ വാല്യൂ 36, 36. അവിടെ വീണ്ടും നല്ല ആക്റ്റീവായിട്ട് കാണിക്കുകയാണ്. മുരുകനെ കാണിക്കുകയാണ്, 9 കാണിക്കുകയാണ്. പിണറായി വിജയൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 15ഉം ആശാ വർക്കറിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 10. 15ഉം 10ഉം 25. അതായത് പിണറായി വിജയനും ആശാ വർക്കറുമായിട്ട് നല്ല കോംപ്രമൈസ് ആകത്തില്ല. ആകണം എന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ കാണിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ മന്ത്രിസഭയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കണം. വിജയനായിട്ട് ഒരു ആനുകൂല്യം ചെയ്യത്തില്ല.
അദ്ദേഹം നമ്മുടെ വാർഷികത്തിനായിട്ട് 25 കോടി രൂപ മുടക്കുകയാണെന്ന് ഇന്നലെ ന്യൂസ് കണ്ടു. ഞാൻ കണ്ടതാണ്. അങ്ങനെ അവിടെ 25 കോടിയാണ് മുടക്കുന്നത് വാർഷികത്തിന് വേണ്ടിയിട്ട്. ഇവർക്ക് വേണ്ടി പൈസ കൊടുക്കാൻ നമ്മൾ പറയത്തില്ല. നമ്മൾ അങ്ങനത്തെ ഒരു ന്യൂസുകാരനൊന്നുമല്ലോ, ഒരു കമൻറ്റ് ചെയ്യില്ലല്ലോ. കണക്കുകൾ മാത്രം അവതരിപ്പിക്കുക. കാണുന്ന നിങ്ങൾ തീരുമാനിക്കുക എന്തെങ്കിലും. പിണറായി വിജയൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 15ഉം ആശാ വർക്കറിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 10ഉം കൂടി ആയപ്പോൾ 15 + 10 25. പിണറായി വിജയൻ്റെ അക്ഷരങ്ങളുടെ വാല്യൂ 36, ആശാ വർക്കറിൻ്റെ അക്ഷരങ്ങളുടെ വാല്യൂ 34. 36 + 34 എത്രയാണ്? 36. 46, 56, 66, 4, 70. ഒരു കാരണവശാലും ആശാ വർക്കറിന് ഇദ്ദേഹം ആയിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല. ആ കോമ്പിനേഷൻ ശരിയല്ല. ഇതിലൂടെ പഠിക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ പേരിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകെട്ടിലൂടെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തുടക്കത്തിലേ ഉള്ള ആ സ്നേഹവും കെട്ടിപ്പിടുത്തവും എല്ലാം ഉണ്ടാകും. ചായ കുടിക്കുക, വെള്ളം അടിക്കാൻ പോകുക, എല്ലാം ഭയങ്കരം. എവറി ഡേ എവറി മിനിറ്റ് ഷെയറിങ് എല്ലാ കാര്യങ്ങളും പറയുന്നു. പക്ഷേ 70 വന്നിട്ടുണ്ടെങ്കിൽ ആ കൂട്ടുകെട്ട് ശരിയാകത്തില്ല. നിങ്ങളുടെ വീട്ടുപേരിലും നിങ്ങളുടെ പേരെടുക്കുക. ഇപ്പോൾ അയ്മൻ അജിത്താണെങ്കിൽ അയ്മൻ അജിത്ത് എന്നുള്ള പേരാണെങ്കിൽ വീട്ടുപേരും കൂടി കൂട്ടുമ്പോൾ 70 ആണെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റിയേ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ ചാനൽ കാണുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ കൂട്ടുകെട്ടും സൂക്ഷിക്കണം. പിണറായി വിജയൻ മാറിയാൽ ഈ പ്രശ്നങ്ങൾ ആശാ വർക്കറിന് തീരും. ഇനി അദ്ദേഹത്തിന് 1 വർഷം കൂടി ഭരണം ഉണ്ട്. പക്ഷെ ആരെങ്കിലും മന്ത്രിസഭ ശരിക്കും പ്രഷർ ചെയ്തെങ്കിൽ മാത്രമേ ആശാ വർക്കർ രക്ഷപ്പെടുകയുള്ളൂ. താങ്ക് യു. ഇതിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ല. നമ്മളെല്ലാവരെ പറ്റി എടുക്കുമല്ലോ, എല്ലാ വിഷയങ്ങളും എടുക്കുമല്ലോ. അടുത്ത ദിവസം വീണാ വിജയനെക്കുറിച്ച് ചെയ്യണം. ഇപ്പോഴാണ് ഓർത്തെ, ഒരു 5-6 മാസങ്ങൾക്ക് മുൻപ് PP ദിവ്യ കണ്ണൂർ ഒരു കൊലപാതകത്തെപ്പറ്റി പറഞ്ഞല്ലോ. അന്ന് ആത്മഹത്യയാണെന്നാണ് പറഞ്ഞത്. അന്ന് നമ്മൾ ഈ കണക്കിൽ പറഞ്ഞതാണ് PP ദിവ്യ കണ്ണൂർ കൊലപാതകം ആത്മഹത്യയോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ കൊലപാതകമാണോ എന്നുള്ള രീതിയിൽ ചോദിച്ച് ധാരാളം പേര് കണ്ടു. 1-2 പേര് പറഞ്ഞു അതൊക്കെ വെറുതെ പറയണം. പക്ഷേ അതിന് ശേഷമാണ് അത് കൊലപാതകമാണെന്ന് പറഞ്ഞത്. പിന്നെ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം കൊണ്ട് കൊലപാതകമായി വരത്തില്ല. സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെന്നു, അവരൊക്കെ കേസ് തള്ളി. പക്ഷേ അത് ആത്മഹത്യയല്ലെന്ന് അറിഞ്ഞില്ലേ. അപ്പം ദിവ്യ എന്ന പേരിൽ അന്ന് ഒരാൾ കമൻറ്റ് ചെയ്തു, ദിവ്യ എസ് അയ്യർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ കമൻറ്റ് ബോക്സിൽ അപ്പോഴേ ഞാൻ കൊടുത്തിരുന്നു, വർക്കലയിൽ 27 സെൻറ്റ് സ്ഥലം 1 കോടി രൂപയുടെ വസ്തു ദിവ്യ എസ് അയ്യർ നിസാര വിലയ്ക്ക് കൊടുത്തു. വലിയ പ്രശ്നങ്ങളൊക്കെ ആയത്. അവർക്കവിടെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറും ഗവൺമെൻറ് ലെവലിൽ വാണിംഗൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അത്ര കണ്ടില്ല. ഇപ്പോഴാണ്ട് അവർ വീണ്ടും കുടുക്കിലായിരിക്കുമല്ലേ. DI എന്ന പേര് വന്നാൽ എവിടെയെങ്കിലും കുഴപ്പമുണ്ടാക്കും. നിങ്ങളുടെ നിത്യജീവിതത്തിൽ നോക്കിക്കോളൂ. പിന്നെ ഈ 7, 16, 25 തീയതികളിൽ ജനിച്ചവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ് നമ്പർ അല്ലെങ്കിൽ വീട്ടുപേര് ടോട്ടൽ എടുക്കുമ്പോൾ ഈ 7ൻ്റെ ശ്രേണിയിൽപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും സൂക്ഷിക്കുക. ഇനിയും അനേകം തെളിവുകളുമായി 100 കണക്കിന് വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാം. നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ഹെൽത്തി സെൻസിൽ മാത്രം വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കുക. പിന്നെ എൻ്റെ ഇതിനകത്ത് പോസിറ്റീവ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഷൈജു ജോസഫ് പറഞ്ഞല്ലോ വേറെ രീതിയിൽ പറയാൻ. അതുകൊണ്ടൊരു പരീക്ഷണാർത്ഥം നിങ്ങളുടെ മുന്നിൽ നൽകിയിരിക്കുകയാണ്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.